ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മുടെ IDFC ക്രെഡിറ്റ് കാർഡ്സ് നല്ലോണം ഡിവാല്യൂ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ എല്ലാത്തിൻ്റെയും ഡിവാലുവേഷൻ നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ റീസെന്റ് തന്നെ ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ്സ് ഭയങ്കരമായിട്ട് ഡിവാലുവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു യെസ് ബാങ്കിന്റെയും ക്രെഡിറ്റ് കാർഡ്സ് കുറെ ഡിവാലുവേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബാങ്കിന്റെയും ക്രെഡിറ്റ് കാർഡ്സ് ഇനിയിപ്പോൾ വഴിയെ പതുക്കെ ലൈൻ പോലെ തന്നെ ഇനിയിപ്പോൾ എല്ലാത്തിനും ഡിവാലുവേഷൻ വരും. അപ്പോൾ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയുള്ള IDFC ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ്സ് നല്ലോണം ഡിവാലുവേഷൻ വന്നിട്ടുണ്ട്, നല്ല വേരിയേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഓവറോൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സെപ്പറേറ്റ് ഓരോ കാർഡുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നില്ല, അങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ വീഡിയോ നല്ലോണം വലുതാവട്ടെ. അപ്പോൾ ഇതിന്റെ ഓവറോൾ ആയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഐഡിയ മനസ്സിലാവും. നിങ്ങളിൽ ഏത് കാർഡായാലും, ഇപ്പോൾ മില്ലേനിയ കാർഡായിക്കോട്ടെ, ഫസ്റ്റ് കാർഡായിക്കോട്ടെ, ഏതായാലും ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ഡിവാലുവേഷൻ നടന്നിട്ടുണ്ട്. അതും എല്ലാ കാറ്റഗറിയിലും ഡിവാലുവേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ മെയിൻ ചേഞ്ചസ് വന്നിരിക്കുന്നത് നമ്മുടെ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ്സ് ഉണ്ടല്ലോ. ഇനി നമ്മൾ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ്സ് ചെയ്യുമ്പോൾ നമുക്ക് 1% സർചാർജ് വരും. നിങ്ങൾക്കറിയാം, നമ്മൾ പെട്രോൾ ഇപ്പം 100 രൂപയ്ക്ക് അടിക്കുകയാണെങ്കിൽ നമുക്ക് 1% സർചാർജ് വരും. നിങ്ങൾക്കറിയാം, ക്രെഡിറ്റ് കാർഡിൽ അങ്ങനത്തെ പരിപാടി ഉണ്ട്. അതേപോലെ തന്നെ ഇനി നമ്മൾ ബിൽ പേയ്മെന്റും റീചാർജും സംഭവങ്ങളൊക്കെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ സർചാർജ് 1% വരും. അതിനൊരു ക്യാച്ച് ഉണ്ട്. 20,000 രൂപയുടെ മന്ത്ലി 20,000 അബോവ് പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ ചാർജ് വരുള്ളൂ. ഇത് ആക്ച്വലി നമ്മുടെ ബിസിനസ് യൂസിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇങ്ങനെ ഒരു റൂൾ കൊണ്ടുവന്നത്. അതായത് കുറേ പേര് അവരുടെ ബിസിനസ് യൂസിന് ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം, നോർമൽ ക്രെഡിറ്റ് കാർഡ്സ് നമ്മുടെ എന്താ പറയുക പേഴ്സണൽ യൂസിനുള്ളതാണ്. അങ്ങനെ മറ്റ് ബിസിനസ് യൂസിന് അവർ കണ്ടു കഴിഞ്ഞാൽ തന്നെ കാർഡ് ക്ലോസ് ചെയ്യാനും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാർഡ് നിങ്ങൾക്ക് കുറേ ആക്സിസ് ബാങ്ക് കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട് അങ്ങനെ. അതുപോലെ തന്നെ എന്താ വെച്ചാൽ റിവാർഡ് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതിനാണ് മെയിൻ ചേഞ്ചസ് വന്നിരിക്കുന്നത്. ഇത് എല്ലാവരുടെ വേരിയന്റിലും അവൈലബിൾ ആണ്. എല്ലാ വേരിയന്റിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന സ്പെസിഫിക് വേരിയന്റ് എടുത്ത് പറയുന്നില്ല. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ 2 ചാനലും കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റ് റിപ്ലൈ ആക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക. GHH വേൾഡ് എന്നാണ് പേര്. നമ്മൾ ടെക് ന്യൂസ്, മൂവി ന്യൂസ്, ഫിലിം ന്യൂസ് ഒക്കെ നമ്മൾ ചെയ്യുന്നപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, ഇൻഫോർമേറ്റീവ് ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമന്റിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. ലിങ്ക് അറിയാൻ ഡിസ്ക്രിപ്ഷൻ എടുത്തുകൊണ്ട് മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത ചേഞ്ചസിലേക്ക് പോവാം. ഇനി വന്നേക്കുന്നത് നമുക്ക് ഈ സംഭവത്തിൽ തന്നെ നമുക്ക് റിവാർഡ് പോയിന്റ് നമ്മുടെ ഈ എന്താ പറയുക 20,000 താഴെയുള്ള സംഭവത്തിനൊക്കെ റിവാർഡ് പോയിന്റ് യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. 1% നമുക്ക് ഫീസും വന്നിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിരിക്കുന്നത് നമുക്ക് മോസ്റ്റ്ലി എല്ലാ IDFC ക്രെഡിറ്റ് കാർഡ്സിന്റെ റിവാർഡ് സിസ്റ്റം ഓൾമോസ്റ്റ് 50% വെട്ടി കുറച്ചിട്ടുണ്ട്. അതായത് മുമ്പ് 10x റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് 3x ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ മില്ലേനിയ കാർഡിൽ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് 10x റിവാർഡ് പോയിന്റ് കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് ആക്ച്വലി വെട്ടി കുറച്ചിട്ട് ഇപ്പോൾ 3x ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് പകുതിനായിട്ടും കുറച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര അധികം ഡിവാലുവേഷൻ സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാ കാർഡിൻ്റെ അടുത്ത് പറയുന്നില്ല. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് എയർപോർട്ട് ലോഞ്ചസ്. അപ്പോൾ എയർപോർട്ട് ലോഞ്ചസ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പ്രീവിയസ് മന്ത് 20,000 രൂപ ഓൾറെഡി നമ്മുടെ കാർഡിൽ ഉപയോഗിക്കുന്നതാണെന്നാലും നമുക്ക് എയർപോർട്ട് ലോഞ്ചസ് കിട്ടുള്ളൂ. അതും ഒരു തീരുമാനമായിട്ടുണ്ട്. അതും ഒരു കാർഡിൽ 20,000 നമുക്ക് എല്ലാ മാസത്തിലും നമുക്ക് നടക്കുന്ന പരിപാടിയൊന്നുമല്ല. പിന്നെ വന്നിരിക്കുന്നത് നമുക്ക് മൂവി ടിക്കറ്റ്സിൻ്റെയാണ്. ബൈ 1 മൂവി ടിക്കറ്റ്സിൽ നമുക്ക് അതിന്റെ ചാർജസ് അല്ലെങ്കിൽ അതിന്റെ ആ ക്യാപ്പിംഗ് വെട്ടി കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ മാക്സിമം നമുക്ക് 250 രൂപ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് മുമ്പ് നമുക്ക് ബൈ 1 ഗെറ്റ് 1 നമുക്ക് 500 രൂപ വരെ കിട്ടാറുണ്ട്. ഇത് നമുക്ക് വെട്ടി കുറച്ചിട്ട് 250 രൂപ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറേ സംഭവങ്ങൾ ഇപ്പോൾ IDFC ബാങ്കിന്റെ ഡിവാലുവേഷൻ നടന്നുണ്ട്. ഇതിപ്പോൾ ഇത് IDFC ബാങ്ക് വരെ നിൽക്കില്ല കേട്ടോ. അപ്പം ഇപ്പോൾ ഓൾറെഡി വന്നേക്കുന്നത് ആക്സിസ് ബാങ്ക് ഡിവാല്യൂ ചെയ്തിട്ടുണ്ട്, യെസ് ബാങ്കിന്റെ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ IDFC ബാങ്ക് ഒന്നും ഇതിൽ നിൽക്കില്ല. എല്ലാ ബാങ്കുകളും ഇതേപോലെ ഡിവാലുവേഷൻ ഇനി പതുക്കെ വരും. അപ്പോൾ ക്രെഡിറ്റ് കാർഡിന്റെ ഇത് ആക്ച്വലി മെയിൻ പ്രോബ്ലം വന്നേക്കുന്നത് കുറെ പേര് ആക്ച്വലി നമ്മുടെ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇത് ആക്ച്വലി പേഴ്സണൽ യൂസിന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, പേഴ്സണൽ യൂസിനുള്ള കാർഡുകളാണ് ഇതൊക്കെ. പക്ഷെ അത് ബിസിനസ് യൂസിനും അതുപോലെ തന്നെ അവർക്ക് റിവാർഡ് പോയിന്റ് അടിച്ചു കയറി കേട്ടാനും വേണ്ടിയിട്ട് കുറെ പേര് ഇതുപോലെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് മെയിൻ ആയിട്ട് ഇങ്ങനെ ഡിവാലുവേഷൻ നമ്മളെ വരാൻ കാരണം കേട്ടോ. പിന്നെ എയർപോർട്ട് ലോഞ്ചസിനായിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും, ഭയങ്കര യൂസേജ് ആണ് ഇന്ത്യയിൽ വന്നേക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഭയങ്കര നഷ്ടം വരുന്നുണ്ട്. അതിന്റെ കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ വെട്ടി കുറച്ചിരിക്കുന്ന സംഭവം വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ നമുക്കൊരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഇന്ത്യയിൽ ഭയങ്കര കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ബാങ്കുകളും പ്രൈവറ്റ് ബാങ്കും സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പുതിയ കാർഡുകൾ ഇനി വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ പുതിയ കാർഡ് ഇറക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് നല്ല ഓഫേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ അത് അങ്ങനെ വഴി ചെയ്തപോലെ തന്നെ നോർമലി വന്ന പോലെ തന്നെ ഡിവാല്യൂ ചെയ്ത് അങ്ങനെ അതാണ് ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് വന്നേക്കുന്നത്. അപ്പോൾ പുതിയ കാർഡ് വരുമ്പോൾ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. ഓൾറെഡി ഉള്ള കാർഡ് ഇപ്പോൾ പഴയ കാർഡുകൾക്ക് പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമുക്കൊരു കാർഡ് ആ ഓഫർ ഉണ്ടെങ്കിൽ കുറെ കാലം ആ ഓഫർ അപ്പം അവിടെ തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ പെട്ടെന്ന് ഡിവാല്യൂ ചെയ്ത് ആ ഓഫർ അടക്കം എടുത്തുകൊണ്ട് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ SBI ക്യാഷ് ബാക്ക് കാർഡ് എടുക്കുമ്പോൾ എനിക്കതിൽ എയർപോർട്ട് ലോഞ്ചസും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അത് എടുത്ത് കളഞ്ഞു. അപ്പൊ അതാണ് സ്ഥിതി. ഇത് ആക്ച്വലി കുറെ പേര് സംശയം ചോദിക്കാറുള്ളത് എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടി.
അത് നമുക്ക് ഇനി പിന്നെ ചാർജ് വരുമെന്ന് കുറേ പേര് നമ്മൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ചാർജ് വേണമെങ്കിൽ വരാതൊക്കെ ചെയ്യാം കേട്ടോ, വരികയൊക്കെ ചെയ്യാം. എന്താ വെച്ചാൽ ആക്ച്വലി അവർ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറഞ്ഞിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ സംഭവം മാറ്റാന്നുള്ള ഒരു റൂൾ ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാർഡ് ഇപ്പോൾ തൽക്കാലം LFT ആണെന്ന് വെച്ചിട്ട് ഇത് ജീവിതകാലം മുഴുവൻ LFT ആണെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് പറഞ്ഞു വെച്ചാൽ കുറേ പേര് എന്നോട് ചോദിക്കാനുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. നേരത്തെ പറഞ്ഞൊന്നും മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിൽ ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.